മെയിനായിട്ട് വണ്ടി ക്രൗൾ ചെയ്ത് കയറിപ്പോണ ആ ഒരു സെറ്റപ്പിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടി അത്രയും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് അങ്ങനെ നന്നായിട്ട് എല്ലാ ടെറൈനിലും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മെയിൻ സംഭവം ഈ മോട്ടർ തന്നെയാണ്. ഹോബി വിങ്ങിൻ്റെ 3S FOC സിസ്റ്റമുള്ള 2-in-1 മോട്ടറുണ്ട്. വണ്ടിയുടെ സർവോ ഇതൊരു 52 kg ടോർക്കുള്ള ഡിജിറ്റൽ സർവോ ആണ് ഇതിൽ സെറ്റ് ചെയ്തത്. വാട്ടർ പ്രൂഫാണ് സംഭവം. ഉള്ള നോക്കൽ വെയിറ്റ് അതൊരു മോർ ദാൻ 750 gram വെയിറ്റ് ഉണ്ട്, താഴേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ, പെർഫോമൻസ് ടയർ, പിന്നെ ഈ പറഞ്ഞ നെഗറ്റീവ് പ്രഷർ ഷോക്ക്, LCG ഫ്രെയിം, അങ്ങനെ എല്ലാ എലമെൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞൊരു പ്രധാന സംഭവമാണ് വണ്ടിയിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങനെ കയറി പോകാനായിട്ട്. അതായത് ഫ്രണ്ട് വീലിന് നമ്മൾ ഡ്രൈവ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓവർ ഡ്രൈവ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് ഫ്രണ്ട് ആക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കാപ്പർ ആക്സിലാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ആക്സിൽ ഇത് ചെയ്യുമ്പോഴേക്കുമാണ് ഈ സംഭവം നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം, എന്നിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇതിലിപ്പോൾ നമ്മൾ ടയറിൽ കണ്ട 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രൈറ്റ് പൊസിഷനിലാണ് നിൽക്കണം. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ഉള്ള ഡ്രൈവ് എത്രയെന്ന് അറിയാൻ പറ്റും. അതായത് ഫ്രണ്ട് വീലിന് ഡ്രൈവ് കൂടുതലായിരിക്കും ബാക്ക് വീലിനെക്കാട്ടും. അതാണ് കണ്ട ഡ്രൈവ് കൂടുതൽ. അതിപ്പോൾ ഒരു മാക്സിമം 86% ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ള സംഭവം എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കാപ്പർ ആക്സിലിൻ്റെ ഫ്രണ്ട് ഹൗസിങ്ങിൽ ഡിഫറൻഷ്യൽ ഗിയേഴ്സ് ഉണ്ട്. അതിന് ബിവൽ ഗിയേഴ്സ് എന്നാണ് പറയുന്നത്. ബിവൽ ഗിയറും പിന്നെ ഒരു പെനിയൻ റിംഗ് ഗിയറും ഉണ്ടാവും. അത് രണ്ടും ചേഞ്ച് ചെയ്യുക. അതായത് സ്റ്റോക്കിൽ നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാൽ 23 ടീത്തും 8 ടീത്തും ഉള്ള വലിയ റിങ്ങിന് 23ഉം അല്ലെങ്കിൽ ചിലത് 24ഉം വരും. പിന്നെ 8 ടീത്തും ആണ് വന്നത്. ഇതിനെ നേരെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് 33 to 8 ആക്കാം. അപ്പോഴേക്കും നമുക്ക് ഡ്രൈവ് കിട്ടും. പക്ഷേ അതൊരു 12% ആണ് കിട്ടണമെന്നാണ് എൻ്റെ റേഷ്യോ അനുസരിച്ച് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ അതിലും ചെയ്തായിരുന്നു. അതിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ മാറ്റിയിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ചെയ്തൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോർട്ടൽ കവറിനകത്ത്, അതായത് ഇതിനകത്ത് 2 ഗിയേഴ്സ് വരുന്നുണ്ട്. ഒരു റിംഗ് ഗിയറും ഒരു പെനിയൻ ഗിയറും. അത് ഒരെണ്ണത്തിൻ്റെ നമുക്ക് സ്റ്റോക്കിൽ വന്നത് 2312 ആണ്. വലിയ റിംഗ് ഗിയർ 23ഉം ചെറുത് പെനിയൻ റിംഗ് വരുന്നത് 12 ടീത്തും ആണ്. അപ്പോൾ ഇതിനെ നേരെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ 20 to 15 ആക്കി. അപ്പോൾ 20ൻ്റെ ടീത്തുള്ള വലിയ റിങ്ങും പിന്നെ 15 ടീത്തുള്ള പെനിയൻ റിംഗ് നോക്കി. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ 36% ഓവർ ഡ്രൈവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കിഡിലനായിട്ട് കയറിപ്പോവും, നല്ല പെർഫോമൻസും കിട്ടും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ